ഹായ്, നെയ്യാർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണേ. അതായത് നമ്മളെ കത്തീഫിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ് ഇട്ടു. നല്ല കിടിലം ഫിഷ് മാർക്കറ്റാണ്. അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ മാർക്കറ്റ് വിശേഷങ്ങളും മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ വേണ്ട ഈ കാണുന്നതാണ് ഈ മാർക്കറ്റിലെ പുറകു സൈഡ് കേട്ടോ. ഇവിടെയാണ് ഹോൾസെയിലായിട്ടുള്ള മീൻ കച്ചവടമൊക്കെ നടക്കുന്നത്. ഇവിടെയാണ്, അതായത് കയറ്റുമതിയൊക്കെ നടക്കുന്നില്ലേ. ഇതേകണ്ടോ, ഇതാണ് ഇതൊക്കെ ഇവിടെ നിന്ന് കയറ്റി മറ്റ് രാജ്യങ്ങളിലും ഗൾഫ് കൺട്രിയിലൊക്കെ തന്നെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സൗദിയിൽ നിന്നുള്ള മീൻ എക്സ്പോർട്ടിങ് നടക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. നല്ല പിടയ്ക്കുന്ന നെയ്മീൻ, കിങ് ഫിഷ്. മച്ചന്മാരെ, നമുക്കിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറേ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അതായത് എല്ലാ അടവും കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ ക്ഷമിക്കുള്ളൂ. ചിലപ്പോൾ സൗണ്ടിനൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം വളരെ സ്ലോവിലാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇവർ കണ്ടു കഴിഞ്ഞാൽ സംഭവം വിഷയമാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അടിപൊളി മീനുകളാണ്. ഫ്രഷ് ഐറ്റംസ്. ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഇനി നമ്മൾ കോബാറോ അല്ലെങ്കിൽ ദമാമിലോ അവിടെ ഇവിടെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ നേരെ ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് കത്തീഫ് ഫിഷ് മാർക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മീനുകൾ വാങ്ങാൻ സാധിക്കും കേട്ടോ. ഇവിടുന്ന് നമ്മളെ സാധാ മാർക്കറ്റിൽ നിന്നും അത്യാവശ്യം കുറച്ച് വില കുറച്ചൊക്കെ ഇവിടുന്ന് മീൻ കിട്ടും. മാത്രമല്ല നല്ല ഫ്രഷ് പീസ് മീനുകളും കിട്ടും എന്നതാണ് സത്യം. ഇപ്പം നമ്മൾ നേരെ വിൽപ്പന സ്റ്റാളിലോട്ട് കയറുക. എന്ത് നല്ല എണ്ണം കാച്ചിയ മീനുകളാണ്, അടിപൊളി മീനുകളാണ്. ഇത് കണ്ടോ, നമ്മുടെ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ തന്നെ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ മതി ഈ മാർക്കറ്റിൻ്റെ ഒരു ഏതാണ്ട് രൂപം നമുക്ക് ഇവിടെ മനസ്സിലാവും. എങ്ങനെ വരണം, എങ്ങനെ പോകണം, കടലെവിടെ കിടക്കുന്നു, ബോട്ട് എവിടെ കൊണ്ട് അടുപ്പിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. എന്ത് രസമായിട്ട് അവരതിനെ ക്രമീകരിച്ചിരിക്കുന്നു നോക്കിയേ. എന്തല്ലേ, പൊളിയായിട്ടും. നമ്മളിവിടെ വന്നപ്പം ഇവിടെ ഒരാൾ വന്നിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കര നമ്മുടെ നെയ്മീനും കൊഞ്ചും എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ സൗദിയിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദമാം കത്തീഫിലല്ലാത്തവരുണ്ട്, ഒരു ദിവസമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. അടിപൊളിയാണ്. പുള്ളി അടാറ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക. كيرلا تحياتي كبيرة إلى حبايبنا أهل الهند. നമ്മളത് വിട്ടിട്ട് ഇപ്പുറത്തെ സ്റ്റാളിൽ വന്നിട്ട് ഇത് നമ്മളൊരു മലയാളി കാക്ക, അദ്ദേഹത്തിൻ്റെ സ്റ്റാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബൂഫിയിലേക്ക് പോയി ഒരു ചായ കുടിക്കാം എന്നുള്ള പ്ലാനോട് പോയി. സുഖിയനല്ലല്ലോ, എന്താ പറയുന്നത്. പിന്നെ നമ്മൾ വെട്ട് കേക്ക് ഒരു ചായ അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിതേ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അതിനകത്ത് നിന്നിട്ടുള്ള സൗണ്ട് എത്രത്തോളം ക്ലിയർ ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളെ സൗഹൃദങ്ങളൊക്കെ ഇവിടെ വന്നായിരുന്നു. പിന്നെ അവരൊക്കെ കണ്ട് കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മച്ചാന്മാരെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.